ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് നല്ലൊരു പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാം. തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലൊരു നമ്മളെ പണ്ട് കാലത്തെ നമ്മൾ ശരിക്കും ഇഷ്ടത്തോടെ കഴിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ കൊഴുക്കട്ട. ഇപ്പോഴാണ് കൊഴുക്കട്ട പല പല രീതികളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കാണുന്നത്. ഇത് ആദ്യം മുതൽ ഇങ്ങനെയാണ് കൊഴുക്കട്ടയുടെ ഷേപ്പ്. ഞാനിപ്പോൾ ഇത് ഈ മാവിൽ തിളച്ച വെള്ളവും അല്പം ഉപ്പും പഞ്ചസാരയും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. ഇത് നമുക്ക് ദാണ്ട് ഇങ്ങനെ ഓരോ ഇതാണ് കൊഴുക്കട്ടയുടെ പണ്ടേയുള്ള ഷേപ്പ്. ഇങ്ങനെയാണ് ഇത്. ഈ ഷേപ്പിൽ നമുക്ക് പിടിച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാലും ചേർത്ത് നമുക്കിതുണ്ടാക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് മാവ് കയ്യിലിട്ടുമ്പോൾ നമുക്ക് വെള്ളം നനച്ചുകൊണ്ട് ഇതാണ് കൊഴുക്കട്ടയുടെ ഷേപ്പ്. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഓരോരോ എന്നും അപ്പം, ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, പുട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നമ്മളെപ്പോലെ പഴയകാല ചിന്താഗതിക്കാരുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും കൊഴുക്കട്ട. പഴയ ഫുഡ് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് വെള്ളത്തിൽ ഉപ്പ് ചേർക്കാം. മാവിലും ഇതുപോലെ ഇങ്ങനെ കുറച്ച് പിടിച്ച് ഇതാണ് ഇതിൻ്റെ ഷേപ്പ്, കൊഴുക്കട്ടയുടെ ഷേപ്പ്. വലുതും ചെറുതും ഒരേ ഷേപ്പ് ആയി കിട്ടില്ല. ഇടയ്ക്കൊക്കെ വലുതും ചെറുതും ആയിപ്പോവും. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിരലൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ 3 വിരൽ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ശരിക്കും കൊഴുക്കട്ടയുടെ ഷേപ്പ് അല്ല, ഇതാണ് ഷേപ്പ്. നമുക്കിതുപോലെ കയ്യിൽ മാവിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനയ്ക്കണം. നന്നായിട്ട് വെള്ളം നനച്ചിട്ട് വീണ്ടും മാവ് നമുക്ക് പെട്ടെന്ന് പിടിച്ചിടാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ആവിയിലും വേവിക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ജസ്റ്റ് രാവിലെ എളുപ്പത്തിലൊന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അപ്പം, ദോശ, ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് കറികൾ വേണമല്ലോ. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി എടുത്തിട്ട് ഉണ്ടാക്കുക. ഇതെല്ലാം ഇതുപോലെ പിടിച്ച് വയ്ക്കാം. ഇതുപോലെ തിളച്ച വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതിലേക്ക് ഞാനിത് കൊഴുക്കട്ടയെല്ലാം കൊഴുക്കട്ടയുടെ ഈ ഒരു മോഡലെല്ലാം ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടിയുണ്ട്. ഇതുകൂടി അതിലേക്ക് ആ ഉരുളകളാക്കി ഇടാം. കൊഴുക്കട്ടയുടെ മോഡലുള്ള ഉരുളകളാക്കി ഇടാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ. മാവ് നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചതുകൊണ്ട് ഏകദേശം വെന്ത മാവാണ്, നന്നായിട്ട് കുക്കായ മാവാണ്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ചുകൂടി കൊഴുക്കട്ടയുണ്ട്, അതുകൂടെ പിടിച്ചിട്ടതിന് ശേഷം ഇതെല്ലാം വെന്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ബാക്കി ഞാനൊരു ഏകദേശം ഒരു 2-3 ഉരുളയ്ക്കുള്ള മാവ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ച് വയ്ക്കാം. നമുക്ക് ഈ മാവ് അതായത് കൊഴുക്കട്ട ഒന്ന് നല്ല തിക്കായി വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അതെന്തതിന് ശേഷം ലാസ്റ്റ് ഈ മാവ് കലക്കിയത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട. ഇത് നല്ല കട്ടകളൊന്നുമില്ല, നന്നായിട്ട് കുഴച്ചെടുക്കാം. വെന്തതിന് ശേഷം മാത്രമേ ഇത് ഒഴിക്കാവൂ. ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് മാവും കൊഴുക്കട്ടയും നല്ലതായിട്ട് തിക്കായി വന്ന ഉടനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. അതിപ്പോൾ നമ്മുടെ കൊഴുക്കട്ട എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ശരിക്കും നല്ല തിക്കായിട്ടുണ്ട്. അതിൻ്റെ
ഈ വെള്ളമെല്ലാം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. കറക്റ്റ് നല്ല എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാവ് കുഴച്ച് വെച്ചിരുന്ന കുറച്ച് വെള്ളമുണ്ട്, അതിലേക്ക് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. ഇടയ്ക്കൊക്കെ ഇതുപോലൊരു ചേഞ്ച് നല്ലതാണ്. പ്രത്യേകിച്ച് മഴ സമയത്ത് ഇങ്ങനെയുള്ള ചൂടായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് രാത്രിയായാലും രാവിലെ ആയാലും ഇതുപോലെ കഴിക്കാൻ നല്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, കുറച്ചുകൂടി നല്ല ലൂസായിരിക്കും. കഴിക്കാൻ നേരമാകുമ്പോൾ അത് കറക്റ്റായിരിക്കും. കഴിക്കാൻ സമയത്ത് ഇതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് ലൂസായിരിക്കും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തൊന്ന് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.